ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ അതത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യം മറ്റും മറിച്ചും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. അത് മോശമാണ്. അത് കണ്ടില്ല നടിക്കാൻ ആർക്കും പറ്റൂല. പാർട്ടിയെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരഭിപ്രായം പറയാം. പിന്നെ നമ്മളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. അത് പി കെ കുഞ്ഞാലിക്കുട്ടി പള്ളുരുത്തി സ്കൂളിലെ വിഷയത്തെ ശക്തമായി അപലപിക്കുകയാണ്. ഒരു കുട്ടിയുടെ ഒരു സ്കൂളിലെ വിഷയം എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരു വിഷയമായി വളർന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. ആദ്യം തന്നെ ആ ഏഷ്യാനെറ്റ് ന്യൂസിലെ ആ അവതാരകന്റെ ആ ചോദ്യത്തിനുള്ള മറുപടി പറയാം. ഒരു സ്കൂളിലെ ഒരു കുട്ടിയുടെ വിഷയം എങ്ങനെയാണ് ഈ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം വലിയ വിഷയമായി മാറിയത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടിയുടേതാണെങ്കിലും അത് ഒരു കുട്ടിയുടെ അവകാശമാണ്. ഈ സംസ്ഥാനത്ത് ഇപ്പൊ ഈ പറയുന്ന വാർത്താ അവതാരകൻ അവിടെ മുണ്ടും ഷർട്ടും ഇട്ട് വന്നു നിന്ന് വാർത്ത വായിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അവകാശമാണ്. മറ്റൊരുത്തൻ അവിടെ കോട്ടും സ്യൂട്ടും ഇട്ട് വന്ന് വാർത്ത വായിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അവകാശമാണ്. ഈ നിങ്ങൾ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ അവകാശമാണ്. അതുപോലെ തന്നെയാണ് വിശ്വാസിയായ ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് തല മറച്ചുകൊണ്ട് ആ സ്കൂളിൽ പഠിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ അവകാശമാണ്. ആ അവകാശത്തിന്റെ മേലിൽ കൈകടത്തിയത് ആരാണ്? ആ സ്കൂളിന്റെ മാനേജ്മെന്റ് അല്ലേ, അവിടുത്തെ പ്രിൻസിപ്പൾ അല്ലേ, അവിടുത്തെ PTA അല്ലേ? അങ്ങനെ ഒരു കുട്ടിയുടെ അവകാശം ധ്വംസിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതിന്റെ ആഭാസത്തരം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. ശരീരമാസകലം മതത്തിന്റെ ചിഹ്നങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയാണ് വന്നുകൊണ്ട് പറയുന്നത് ഇത്തരത്തിൽ ഒരു കുട്ടി തലമറച്ചിട്ട് ക്ലാസ്സിൽ വരാൻ പാടില്ല എന്ന്, അത് യൂണിഫോമിന് എതിരാണ് എന്ന്. നിങ്ങൾ കേരളത്തിലുള്ള ഈ പറയുന്ന സകല കോളേജുകളും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. കേരളത്തിന് പുറത്തുമുള്ളത് നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. എല്ലായിടത്തും യൂണിഫോം ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇസ്ലാം മത വിശ്വാസി ആയിട്ടുണ്ടെങ്കിൽ, അവർ ഹിജാബ് ധരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അംഗീകരിച്ചത് തന്നെയാണ്. അതൊന്നും ഒരു യൂണിഫോമിന്റെ ഭാഗമല്ലെന്ന് ആരും കരുതിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ എവിടെയാണ് പ്രശ്നം? പ്രശ്നം എന്ന് പറയുന്നത് ആരാണ് തലമറക്കുന്നു എന്നുള്ളതാണ്. അതൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, അതൊരു മുസ്ലിം നാമധാരിയായ കുട്ടിയാണ്. ആ കുട്ടി തലമറച്ചു എന്നുള്ളത് പ്രശ്നമാക്കി തീർത്തത് ആരാണ്? ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് അല്ലേ? അതും മതത്തിന്റെ പേരിലുള്ള ശിരോവസ്ത്രവും മതത്തിന്റെ പേരിലുള്ള തിരുവസ്ത്രവും ഈ പറയുന്ന കുരിശുമാലയും അണിഞ്ഞ സ്ത്രീകൾ തന്നെയല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവരൊക്കെ വിശുദ്ധരാണെന്ന് വരുത്തി തീർക്കുക. സ്ത്രീകളിൽ ഈ പറയുന്ന ശിരോവസ്ത്രം അണിഞ്ഞവരും ഈ പറയുന്ന തിരുവസ്ത്രം അണിഞ്ഞവരും ഈ കുരിശുമാല തൂക്കിയവരും മാത്രമാണോ വിശുദ്ധർ? അല്ലാത്തവരൊന്നും വിശുദ്ധരല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൈസ്തവ വിശ്വാസത്തില് ക്രൈസ്തവർക്കിടയില് ഈ പറയുന്ന ഈ കന്യാസ്ത്രീകളാണല്ലോ വിശുദ്ധര്, അല്ലാത്ത സ്ത്രീകളൊന്നും വിശുദ്ധരല്ലേ? ഇവര് തന്നെ മതത്തിന്റെ പേരുള്ള ശിരോവസ്ത്രവും മതത്തിന്റെ പേരുള്ള ഈ തിരുവസ്ത്രവും ഒക്കെ അണിഞ്ഞ ഇവർക്ക് എന്താണ്? മറ്റു മതത്തിൽപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടി തലമറച്ച് ഒരു 1.5 മീറ്റർ തുണി വെച്ചിട്ട് തലമറച്ച് വന്നു കഴിഞ്ഞാല് എന്താണ് ഇത്ര പ്രശ്നം? ഇനി ഈ കുട്ടിയുടെ തന്നെ ഫോട്ടോകൾ, അത് ബ്ലർ ചെയ്തതും അല്ലാത്തതുമായ ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂണിഫോം ധരിച്ചുകൊണ്ട് തലമറച്ചുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ ഫോട്ടോയിൽ ആ കുട്ടി യൂണിഫോം അണിഞ്ഞിട്ടുണ്ട്. ആ യൂണിഫോം അണിഞ്ഞിട്ടും തല മറച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൈകാര്യം ചെയ്യാമെന്ന് കരുതിയ ഈ സ്കൂളിന്റെ മാനേജ്മെന്റും ഈ പ്രിൻസിപ്പളുമല്ല പ്രതികള്. ഇവരല്ലേ ഈ നാട്ടില് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയതും വിഷം തുപ്പിയതും ഇവര് തന്നെയല്ലേ, ഈ പറയുന്ന ശിരോവസ്ത്രം അണിഞ്ഞവർ. പക്ഷേ ആകെ ഉള്ള ഒരു സമാധാനം എന്താണെന്ന് അറിയാമോ? ഈ ശിരോവസ്ത്രം അണിഞ്ഞവർക്ക് ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല, ഞാൻ അതിനെ അംഗീകരിക്കുകയുമല്ല, അക്രമത്തെ ഒന്നും അംഗീകരിക്കുകയുമല്ല. പക്ഷേ പലപ്പോഴും ഇവരുടെ പ്രവർത്തിക്കുള്ളത് ഇവർ കേരളം വിടുമ്പോൾ ഇവർക്ക് കിട്ടുന്നുണ്ടതിനുള്ള പ്രതിഫലം എന്നുള്ളതാണ്. നമ്മൾ കണ്ടില്ലേ ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടില്ലേ കേരളം ഒന്നടങ്കം അതിനെ അപലപിച്ചില്ലേ? കേരളത്തിന്റെ പള്ളികളിൽ
പള്ളികളിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളികളിൽ നിന്ന് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ ദിവസം ഈ പറഞ്ഞ ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമത്തെ അപലപിച്ചില്ലേ? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതിഷേധിച്ചില്ലേ? എത്രയധികം മുസ്ലിം സഹോദരങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചു. സംഘ് പരിവാറിന്റെ ഈ ആക്രമണത്തിനെതിരെ മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും മുസ്ലിം മതമേലധ്യക്ഷന്മാരും ഈ പറയുന്ന മുസ്ലിം സമൂഹം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിച്ചില്ലേ? പക്ഷേ ഇവർക്കതില്ല. ഈ പറയുന്ന പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ പലപ്പോഴും ഇതിനു മുൻപും മറ്റു മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധപൂർവ്വം പ്രാർത്ഥന ചൊല്ലിക്കുകയും അതുപോലെ നിർബന്ധപൂർവ്വം കുരിശു വരപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പരാതി ഈ സ്കൂളിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിർബന്ധപൂർവ്വം കുരിശു വരപ്പിക്കുവാനും നിർബന്ധപൂർവ്വം ക്രൈസ്തവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ അന്വേഷിച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെയും തുടങ്ങിയതല്ല. മുൻപും ഇതേ സ്കൂളിൽ ഇതേ മാനേജ്മെന്റും ഇതേ പ്രിൻസിപ്പളും ഇത്തരത്തിലുള്ള ഈ തെമ്മാടിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയില്ല ആർക്കും. അപ്പൊ ഇവിടെ ആരാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്? പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കോംപ്രമൈസുകാർ വന്നു കയറുന്നു. മറ്റു ചിലർ ഇതിന്റെ പേരിൽ ചില തട്ടിപ്പുകൾ അല്ലെങ്കിൽ ചില മുതലെടുപ്പുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോംപ്രമൈസുകാർ വന്നിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടത് എന്താ? ആ സ്കൂളിലെ മാനേജ്മെന്റിനെയും പ്രിൻസിപ്പളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ല വേണ്ടത്. ആ കുട്ടിക്ക് അതിനുള്ള അവകാശമുണ്ട്, അവർ അത് ധരിക്കട്ടെ എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ആ കുട്ടിയുടെ പിതാവിനെ അങ്ങനെ സ്കൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധരിക്കാതെ നിങ്ങളെ മകളെ പറഞ്ഞു വിടൂ എന്ന് പറയാൻ നാണമില്ലടാ നിങ്ങൾക്ക്? നാണമില്ലേ? നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങൾ ഈ പറയുന്ന പ്രിൻസിപ്പള് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുന്നത് കണ്ടില്ലേ? ആദ്യം തന്നെ പറഞ്ഞത് എന്താ? ചോദ്യങ്ങൾ വേണ്ട, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തകരോട് ആദ്യം തന്നെ പറയുകയാണ് ആമുഖമായിട്ട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന്. എന്നാ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടിയില്ല. കാരണം തെമ്മാടിത്തരം ചെയ്തു കൂട്ടിയത് ഈ തിരുവസ്ത്രം ഇട്ടവരാണെന്ന് കാണുമ്പോ വല്ലാത്ത ലജ്ജ തോന്നുകയാണ്, വല്ലാത്ത നാണക്കേട് തോന്നുകയാണ്. ഇത്രയും മോശമായ മ്ലേച്ഛമായ വൃത്തികെട്ട ഒരു ഏർപ്പാട് കേരളക്കര കണ്ടിട്ടില്ല, ഈ ലോകം കണ്ടിട്ടില്ല. ഇവിടെ പലതരത്തിലുള്ള വർഗീയവാദികളുണ്ട്. വർഗീയവാദികൾ പലതരത്തിൽ വർഗീയത തുപ്പാനും വിഷം തുപ്പാനും പല ആവർത്തി ശ്രമിച്ചിട്ടുമുണ്ട്. അതൊക്കെ കേരളത്തിന്റെ ജനത പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞതാണ്. അവിടെയാണ് ഇത്തരത്തിൽ തിരുവസ്ത്രമിട്ട സ്ത്രീകൾ തന്നെ വന്നുകൊണ്ട് തലമറക്കരുത് എന്ന് പറയുന്ന തെമ്മാടിത്തരം പറയുന്നത്. ഞാൻ പറയുന്നത് ഈ തിരുവസ്ത്രമിട്ടവരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈസ്തവരെയോ ഒന്നടങ്കം ആക്ഷേപിക്കുകയല്ല. നമ്മൾ ഇന്നലെ കണ്ടു, ക്രൈസ്തവരിൽപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള പലരും വത്തിക്കാനിലേക്ക് കത്തെഴുതുന്നത് നമ്മൾ കണ്ടു. ഈ പറയുന്ന തരത്തിൽ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന തിരുവസ്ത്രമിട്ടവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവിടെയുള്ള ക്രൈസ്തവ വിശ്വാസികൾ വത്തിക്കാനിലേക്ക് കത്തെഴുതുന്നത് നമ്മൾ കണ്ടില്ലേ? അപ്പോ ഇവിടെ ക്രൈസ്തവരെല്ലാവരും പ്രശ്നക്കാരാണോ? അല്ല. ഇവിടെ ഹിന്ദുക്കൾ എല്ലാവരും പ്രശ്നക്കാരാണോ? അല്ല. ഇവിടെ മുസ്ലിങ്ങൾ എല്ലാവരും പ്രശ്നക്കാരാണോ? അല്ല. ഇതിന്റെയൊന്നും അന്തസത്ത എന്താണെന്ന് മനസ്സിലാകാത്ത കുറെ വിഡ്ഢികൾ, അവരെ മാത്രമാണ് പ്രശ്നക്കാര്. അത് ക്രൈസ്തവനാവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവരുടേതായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, അവരുടേതായ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവരുടേതായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രശ്നങ്ങളും കലുഷിതങ്ങളും ഉണ്ടാക്കുന്നവർ അവരെയൊന്നും ഒരു മതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കില്ലെന്നേ. അത് ആരോ ആവട്ടെ. അതല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇത്തരത്തിൽ ഈ കേരളത്തിന്റെ ഇത്തരത്തിൽ ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലൊരു വിള്ളൽ വീഴ്ത്താൻ ശ്രമിച്ചത് ഈ തിരുവസ്ത്രമിട്ടവർ തന്നെയാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത് എത്ര വൃത്തികെട്ട നെറികെട്ട ഏർപ്പാടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുന്നേ. ഈ പറയുന്ന പത്രസമ്മേളനങ്ങളിൽ വന്നുകൊണ്ട് ന്യായീകരിക്കുന്ന അവരുടെ തല മറച്ചിരിക്കുന്നു, അവർ തിരുവസ്ത്രം ഇട്ടിരിക്കുന്നു, അവർ കുരിശുമാല തൂക്കിയിരിക്കുന്നു.
മതത്തിന്റെ പേരിലുള്ള മതം പറഞ്ഞതിന്നുകൊണ്ട് മാത്രമാണല്ലേ ഈ തലമറച്ചത്. മതം പറഞ്ഞ ഒന്നുകൊണ്ട് മാത്രമാണല്ലേ അവർ ഈ സഭാവസ്ത്രം ധരിച്ചത്. മതം പറഞ്ഞത് കൊണ്ട് മാത്രമാണല്ലേ അവർ കുരിശുമാല കഴുത്തിൽ തൂക്കിയത്. ഈ അടയാളങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന സ്ത്രീ തന്നെ പറയുന്നു തലമറക്കാൻ പാടില്ലെന്ന്. എന്ത് ആഭാസതരമാണോ വിളിച്ചു പറയുന്നത്? ഒരു നാണവും മാനവും നെറികേടും മര്യാദയും ലോജിക്കും ഒന്നും തിട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗമെന്ന് ഞാൻ പറയുന്നില്ല, സോറി. ആ വ്യക്തിയെ മാത്രമാണ് ഞാൻ അധിക്ഷേപിക്കുന്നത്. അധിക്ഷേപം തന്നെയാണ്. ചോദിക്കാനും പറയാനും താങ്കളൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ വിചാരിച്ചത് മാത്രം നടക്കണമെന്നുള്ള ധാർഷ്ട്യത്തിന്റെ പുറത്ത് മറ്റുള്ള പലരുടെയും അവകാശങ്ങളിലും അവരുടെ അർഹതകളിലും കൈകടത്തുന്ന ചില തമ്മാടിത്തരങ്ങൾ എന്നല്ലാതെ എന്താണ് ഇതിന് പറയേണ്ടത്? പലരുടെയും അച്ചാരം വാങ്ങിക്കൊണ്ട് പലരും പറയുന്നതിനനുസരിച്ച് ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഇവരുടെ മാത്രം ചില സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നതും പ്രവർത്തിക്കുന്നതും. അതും കേരളത്തിന്റെ മനസാക്ഷിയുടെ മേലിലാണ് മുറിവേൽപ്പിക്കുന്നത് കാണുമ്പോൾ. എസ്പെഷ്യലി ഇത്തരത്തിൽ തിരുവസ്ത്രമിട്ട സ്ത്രീകൾ അവര് തന്നെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് കാണുമ്പോഴേ ലജ്ജ തോന്നുകയാണ്. നെറികേടാണിത്, തെമ്മാടിത്തരമാണിത്.